അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളിയിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് രാജിവെച്ചു. ഉറ്റ അനുയായി രാംശങ്കർ യാദവ് ഉൾപ്പെടെ 8 പേർ അറസ്റ്റിലായതിന് പിന്നാലെയാണ് രാജി. പ്രതികളിൽ നിന്ന് 79 ലക്ഷം രൂപ കണ്ടെത്തി. അയോധ്യയിൽ അപവാദ പ്രചാരണം നടക്കുന്നുവെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആരോപിച്ചു. ചമ്പത് റായിക്കെതിരെ കേസെടുക്കാത്തതിൽ വലിയ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. വിവാദങ്ങൾക്കിടെ AAP കൺവീനർ അരവിന്ദ് കെജ്രിവാൾ അയോധ്യ ക്ഷേത്രം സന്ദർശിച്ചു. വിശ്വസ്തൻ ടിന്നു യാദവ് ഉൾപ്പെടെ 8 പേരുടെ അറസ്റ്റിന് പിന്നാലെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഉപാധ്യക്ഷനും രാമക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത് റായുടെ രാജി. അറസ്റ്റിലായ 8 പ്രതികളെയും അന്വേഷണ സംഘം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. പ്രതികളിൽ നിന്ന് 79 ലക്ഷം രൂപ കണ്ടെത്തി. കാണാതായ വെള്ളിക്കട്ടകൾ ഉരുക്കി സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതായി SIT വൃത്തങ്ങൾ അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 3 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. തട്ടിപ്പിൽ തെളിവുള്ളവർ അന്വേഷണ സംഘത്തിന് നൽകണമെന്നും രാഷ്ട്രീയ ആരോപണങ്ങൾ അവസാനിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. सरकार की जो मंशा है, सरकार ने पहले दिन कहा कि दूध का दूध और पानी का पानी सबके सामने आएगा, लेकिन मैं फिर से अपील करूंगा, राम भक्तों की अग्नि परीक्षा मत लो। राम भक्तों के साथ उनकी आस्था के साथ खिलवाड़ करना बंद करो. ചമ്പത് റായ്ക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചു. സ്വാധീനമുള്ളവരെ സംരക്ഷിക്കാനാണ് നീക്കം നടത്തുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു. രാമക്ഷേത്രം സന്ദർശിച്ച ശേഷമായിരുന്നു ആം ആദ്മി പാർട്ടി കൺവീനറുടെ പ്രതികരണം. भगवान राम का मंदिर बनवाने के नाम पे उनके नाम का गलत इस्तेमाल करके भगवान राम जो मर्यादा पुरुषोत्तम भगवान राम है उनका नाम इस्तेमाल करके ये सत्ता में आए राम मंदिर को अपनी पैसे की हवस का शिकार बना दिया. ട്രസ്റ്റ് പിരിച്ചുവിടണമെന്നും സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.